ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കണം. ഇന്ന് ഒരു ചെറിയ ഷോപ്പിങ്ങിനായിട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇന്ന് സാറ്റർഡേ ഈവനിങ് ആയതുകൊണ്ട് അതിൻ്റെ സന്തോഷം എൻ്റെ ഫേസിൽ കാണാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഷോപ്പിങ്ങിന് എന്നെ സംബന്ധിച്ചിടത്തോളം ഇറങ്ങാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു ഡേ സാറ്റർഡേ ആയിട്ടാണ് ഞാൻ കാണാറ്. ഈവൻ സൺഡേ പോലും എന്നെ ഷോപ്പിങ്ങിന് വിളിച്ചാൽ ഞാൻ ഇറങ്ങൂല. ആക്ച്വലി സാറ്റർഡേ പോകാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കിങ്ങനെ ഷോപ്പിംഗ് മാളിൽ കൂടെ നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഈവൻ സാധനങ്ങൾ വാങ്ങിച്ചില്ലെങ്കിൽ പോലും എല്ലാം അവിടെ ഇവിടെയും പരതി നടക്കുന്നത് ഒരു പ്രത്യേക സുഖമാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാം നടക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങി വരാൻ എന്തായാലും കുറച്ച് സമയം എടുക്കും. അപ്പോൾ പിറ്റേന്ന് വർക്കിംഗ് ഡേ ആണെങ്കിലോ പിന്നെ പറയുകയും വേണ്ട, അതിൻ്റെ ഒരു ഇതും നമ്മുടെ ഉള്ളിൽ കാണും. അങ്ങനെ സാറ്റർഡേ ഈവനിങ് അതിസന്തോഷത്തോടു കൂടി ഞാൻ ഷോപ്പിങ്ങിന് ഇറങ്ങിയേക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ താമസിക്കുന്നത് ദുബായ് സൗത്തിലാണ്. അപ്പം ഏറ്റവും അടുത്തുള്ള മാളെന്ന് പറയുന്നത് ഈബൻ ബത്തൂത്ത മാളാണ്. അപ്പോൾ എന്തെങ്കിലും സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടെങ്കിൽ, നോട്ട് എല്ലാ സാധനങ്ങളും അല്ല കേട്ടോ, ഈ അത്യാവശ്യമായിട്ട് വേണ്ടുന്നത്, അതായത് ഞാൻ ഫേസിൽ ഉപയോഗിക്കുന്നതായിട്ടുള്ള ചില കോസ്മെറ്റിക് പ്രോഡക്ട്സും പിന്നെ ഡ്രസ്സ് ഐറ്റംസോ അങ്ങനെയുള്ള സാധനങ്ങൾക്കാണ് കൂടുതൽ ഇങ്ങോട്ട് വരാറ്. അല്ലാതെ നമ്മൾ വീട്ടിലേക്ക് വാങ്ങുന്ന സാധനങ്ങൾക്കൊന്നും ഇവിടെ വരാറില്ല പൊതുവേ. കാരണം അടുത്തുള്ള നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെ തന്നെ നമുക്ക് ഷോപ്പ് അവൈലബിൾ ആണ്. ലുലു അടുത്തുണ്ട്, പിന്നെ താഴെ തന്നെ ക്വിക്ക് മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് വാങ്ങിക്കുക. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് വാങ്ങിക്കാനുള്ള സാധനങ്ങൾ, ലിപ്സ്റ്റിക് എനിക്ക് വാങ്ങിക്കണമായിരുന്നു. കാരണം ഞാനൊരു ഭയങ്കര ലിപ്സ്റ്റിക് അഡിക്റ്റാണ്. അപ്പോൾ എനിക്ക് ഉണ്ട് കയ്യിൽ സാധനം, പക്ഷേ അത് തീരാറായിരിക്കുന്നത് കൊണ്ട് എനിക്കത് തീരുന്നത് വരെ നോക്കിയിരിക്കാനുള്ള ക്ഷമയില്ല. അതുകൊണ്ട് അത് ഒരെണ്ണം വാങ്ങിക്കണമായിരുന്നു. പിന്നെ എനിക്ക് ഫൗണ്ടേഷൻ വാങ്ങിക്കാനുണ്ടായിരുന്നു, പിന്നെ ഒരു പ്രൈമർ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെ തീർന്നിരിക്കുന്നത് കൊണ്ട് അതൊക്കെ വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പം ഞങ്ങൾ വന്നേക്കുന്നത് R&Bയിലോട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അഫോർഡബിളായിട്ട് തോന്നിയിട്ടുള്ളത് R&B ആണ്. പിന്നെ ഇവിടെ വരുമ്പോൾ ഇവിടെ മെയിനായിട്ടും വെറ്റ് ആൻഡ് വൈൽഡിൻ്റെതും ഫ്ലോമോൻ്റെയൊക്കെ പ്രോഡക്റ്റാണുള്ളത്. ഞാനങ്ങനെ ഈ ഫേസിൽ ഉപയോഗിക്കുന്നത് ഇങ്ങനെ മാറ്റി മാറ്റി പരീക്ഷിക്കാറില്ല. എന്തെങ്കിലും ഒന്ന് എനിക്ക് ആപ്റ്റായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാറേ ഉള്ളൂ. അങ്ങനെ ഞാൻ എനിക്കുള്ള സാധനങ്ങൾ എടുക്കുന്നതിനിടയ്ക്ക് ആകാശം 1-2 ഷർട്ടും ടീഷർട്ടും ഒക്കെ ഇങ്ങനെ ട്രയൽ റൂമിൽ പോയി ഇട്ട് നോക്കിയിട്ട് എന്നെ വന്നിങ്ങനെ ഇറങ്ങി കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിൽ ഒരു ഷർട്ട് നല്ലതായിട്ട് തോന്നി. അങ്ങനെ ആൾക്കും അത് ഇഷ്ടപ്പെട്ടു, അതങ്ങ് എടുത്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നെയിൽ പോളിഷിൻ്റെ സെറ്റൊക്കെ ഇരിക്കുന്നുണ്ട്. എനിക്ക് എത്ര നെയിൽ പോളിഷ് വാങ്ങിച്ചാലും തികയത്തില്ല. അങ്ങനെ ഞാൻ 2-3 കളർ ചൂസ് ചെയ്തു, അതും എടുത്തു. ഈ കാണുന്നതാണ് ഞാൻ ചൂസ് ചെയ്ത കളേഴ്സ്. ഈ റെഡ് തന്നെ ആകാശിൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കും, നിനക്ക് എത്ര റെഡ് നെയിൽ പോളിഷാണ് ഉള്ളതെന്ന്. പക്ഷേ നമുക്കതിൻ്റെ ഒരു ഡിഫറൻസ് വരുമല്ലോ. നമുക്ക് നമ്മുടെ കണ്ണിലൂടെ കാണുമ്പോൾ തന്നെ കളേഴ്സ് എല്ലാം പലതായിട്ട് തോന്നും. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് നെയിൽ പോളിഷ് എടുത്തു. പിന്നെ ഈ കാണുന്ന ആക്സസറീസൊക്കെ അത് എങ്ങനെ പോയാലും എൻ്റെ കണ്ണിൽ പെടും. കാരണം എനിക്ക് ഈ ഗോൾഡിനേക്കാളും ഇങ്ങനെയുള്ള ഗോൾഡൻ ഷെയ്ഡ് വരുന്ന ആക്സസറീസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതും കുറച്ചൊക്കെ നോക്കി, പക്ഷേ എടുത്തില്ല. കാരണം ഞാൻ ഓൾറെഡി ഈ ഇടയ്ക്ക് ഷീനിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തതുകൊണ്ട് അതിൻ്റെയൊക്കെ സ്റ്റോക്ക് ഒന്ന് ഇറക്കിയിട്ടാവാം എന്ന് വിചാരിച്ചു. അങ്ങനെ അതൊന്നും വാങ്ങിച്ചില്ല. പിന്നെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ കീ ചെയിനാണ്. നല്ല ഭംഗിയുള്ള കീ ചെയിൻസ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് തന്നെ ഞാനൊരു കീ ചെയിൻ മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ബേർഡിൻ്റെ, അതിൻ്റെ ഒരു ബട്ടൺ ഇങ്ങനെ ഞെക്കുമ്പോൾ ആ ബേർഡ് ഇങ്ങനെ ചലിക്കണ പോലെയുള്ള സൗണ്ട് ആയിരുന്നു ഒരു കീ ചെയിൻ. ഞാൻ ഇവിടെ തന്നെ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ എവിടെ കണ്ടായാലും നോക്കിപ്പോ. അങ്ങനെ R&Bയിൽ നിന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ മാക്സിലേക്കാണ് പോയത്. എനിക്ക് ഇവിടുന്ന് ആക്ച്വലി ചാച്ചന് വേണ്ടിയിട്ട് ഒരു ടീഷർട്ടോ ഷർട്ടോ എന്തെങ്കിലും എടുക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഞാൻ അവിടെ നോക്കി. ഷർട്ടൊന്നും എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം ചാച്ചന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കളറൊന്നും ഞാൻ കണ്ടില്ല. തന്നെയല്ല സൈസ് കൊണ്ടുമൊക്കെ എനിക്ക് അങ്ങോട്ട് മാച്ചായിട്ട് തോന്നിയില്ല. അങ്ങനെ ഞങ്ങൾ കുറേ തപ്പിയതിന് ശേഷം എനിക്ക് ഒരു 2-3 ടീഷർട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതെടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഈ ഒരു ചെറിയ ഷോപ്പ് കണ്ടു, ഇങ്ങനെ ആക്സസറീസ് ഒക്കെ കാണുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഞാൻ അവിടെ നിൽക്കും, ഇതിൽ എന്തൊക്കെയാണെന്ന് നോക്കും. ഞാനിപ്പോൾ എടുത്തേക്കുന്ന ചെയിൻ കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതിൽ വാൻ ക്ലീഫ് ലീഫിൻ്റെ ഒരു മോഡലിൽ വരുന്ന ഒരു ചെയിനാണ്. അപ്പോൾ ഇത് ആക്ച്വലി വാൻ ക്ലീഫിൻ്റെ ആ ഒരു സ്റ്റോണോ കാര്യങ്ങളോ ഒന്നും അല്ല. ഇത് ജസ്റ്റ് അതിൻ്റെ ഒരു ഡെമോ പോലെ അവർ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. പക്ഷെ നല്ല ഷൈനി ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. എനിക്ക് ഈ ഒരു വാൻ ക്ലീഫിൻ്റെ ലോക്കറ്റ് ഞാൻ മുന്നേ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ അതിൻ്റെ ഒരു ഗോൾഡൻ ചെയിൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചില വീഡിയോസിനകത്തൊക്കെ കാണാം ഇങ്ങനെ കഴുത്തിൽ
ഉള്ളത്. അത് ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഫ്ലൈയിങ് ടൈഗറിൽ കയറി. ഞാൻ മുന്നേ കൂട്ടി പ്ലാൻ ചെയ്തിരുന്നു, എനിക്കൊരു ഡയറി വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇവിടുന്ന് തന്നെ വേണമെന്ന് തോന്നി. കാരണം ഞാനിത് മുമ്പ് ഈ ഷോപ്പിൽ കയറിയപ്പം നല്ല അടിപൊളി ഡയറീസ് പല വെറൈറ്റിയിലുള്ളത് ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ഡയറി അത്യാവശ്യമായിട്ട് വേണമായിരുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ കുറിച്ചിടാനും പിന്നെ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന കോണ്ടന്റ് ഒക്കെ എനിക്ക് ഒന്നുകൂടെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാനും ഒക്കെ ഒരു ഡയറി ബെസ്റ്റായിട്ട് തോന്നി. അങ്ങനെ ഞാൻ കുറേ ഡയറിയൊക്കെ അവിടെ നോക്കി. ഒരു ഡയറി എടുക്കാൻ തന്നെ ഇത്രയും സമയം എടുക്കണമെന്ന് ആകാശിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആവുന്നില്ലായിരുന്നു ഓരോന്ന് എടുത്തിട്ടും. ഓരോ ഡയറിയിലും അതിൻ്റേതായിട്ടുള്ള പ്ലാൻ ആ ഡയറിയിൽ തന്നെ ഉണ്ടായിരുന്നു. മീൻസ് ഇപ്പം നമ്മളൊരു ഡയറി എടുത്തു കഴിഞ്ഞാൽ അതൊരു മീൽ പ്ലാൻ, അല്ലെങ്കിൽ ഒരു ഡയറ്റ് പ്ലാൻ, അല്ലെങ്കിൽ ട്രാവൽ പ്ലാൻസ്, അങ്ങനെ ഡിഫറെൻറ്റ് ഡയറീസ് തന്നെ അവിടെ അവൈലബിൾ ആയിരുന്നു. നമ്മൾ അതിൻ്റെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മാത്രം മതിയാവും കാര്യങ്ങൾ. ബാക്കിയെല്ലാം അതിൻ്റെ ഇൻബിൽട്ടായിട്ട് അവർ റിട്ടേൺ ചെയ്ത് വെച്ചിട്ടുണ്ടാകുന്ന ടൈപ്പിലുള്ള ഡയറീസ് ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ടുന്നത് വെറും പ്ലെയിൻ ആയിട്ടുള്ളൊരു ഡയറി ആയിരുന്നു. എനിക്ക് എക്സ്ട്രാ അതിൻ്റെ അകത്ത് ആഡ് ഓൺ ചെയ്യാൻ വേണ്ടി മാത്രം പറ്റുന്ന ഡയറി ആയിരുന്നു ഞാൻ നോക്കിയത്. അങ്ങനെ ലാസ്റ്റിൽ കുറേ ഇങ്ങനെ തപ്പി നടന്നപ്പോൾ ഡയറിന്നൊക്കെ എൻ്റെ കണ്ണു പോയി. പിന്നെ ഞാൻ വേറെ സാധനങ്ങളിലോട്ടൊക്കെ ഇങ്ങനെ നോക്കി നടന്നു, എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഇന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള പ്രശ്നം അതാണ്, നമ്മളിങ്ങനെ എല്ലാം പരതിക്കൊണ്ടിരിക്കും. ഈ ഒരു ബാഗ് കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം നമ്മൾ പുറത്തോട്ടൊക്കെ ഒരു അത്യാവശ്യം എന്തെങ്കിലും ഇറങ്ങുമ്പോൾ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ബാഗാണ്. പക്ഷെ കുറച്ച് ഹാർഡായിട്ട് എനിക്ക് തോന്നി, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ലാസ്റ്റ് ഞാൻ ഡയറിയൊക്കെ എടുത്തു. അപ്പോഴത്തേക്ക് ആകാശ് പുറത്തിറങ്ങി എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. നീ ആ ഷോപ്പിൽ നിൽക്കുന്ന പന്തിയെല്ലാം തോന്നി ആളാകെ ക്ഷീണിച്ച് തളർന്ന് അവശനായിട്ടിരിക്കുകയാണ്. പക്ഷെ മൊത്തം പരതി നടന്നതും ഓടി നടന്നതും ഞാനാണ്, എനിക്ക് ക്ഷീണം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഡയറിയോട് കൂടി ഞങ്ങളുടെ ഷോപ്പിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇഷ്ടമായില്ലെങ്കിൽ വേണ്ട കേട്ടോ. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.